എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ട്. പക്ഷേ നമ്മൾ നോമ്പൊക്കെ എടുക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീനൊന്നും കഴിക്കാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു ഫ്രൈ കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമല്ല, നമുക്ക് ഏത് സമയത്തായാലും ചോറിൻ്റെ കൂടെ കഴിക്കാമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ കഴിക്കുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൈ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ചതച്ച ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ചേർക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വല്ലാതെ ഇത് വാട്ടറി ആയി പോകരുത്, ചെറിയൊരു തിക്നെസ്സിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ എല്ലാവരും കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ മസാലക്കൂട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ താരം ഇതാണ് വെണ്ടയ്ക്കയാണ് ഇന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10-12 കിളുന്ത് വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ എപ്പോഴും നല്ല കിളുന്തായിട്ടുള്ള വെണ്ടയ്ക്ക എടുക്കുക. മൂത്ത വെണ്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല കിളുന്ത് വെണ്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ ആ മുകൾ ഭാഗവും താഴ്ഭാഗവും ചെറുതായിട്ടൊന്ന് കളഞ്ഞ് ഇതേപോലെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു 4 പീസൊക്കെ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വെണ്ടയ്ക്കനെ തന്നെ ഒരു 4 പീസാക്കി കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് 2 പീസാക്കി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ കട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഒരു 4 പീസൊക്കെ ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാവരും നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഇതൊന്നും ഉണ്ടാവരുത് കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മുടെ ഈ വെണ്ടയ്ക്ക കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിടേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ വെണ്ടയ്ക്കയിലേക്ക് ആ മിക്സിങ് നന്നായിട്ട് കോട്ട് ചെയ്ത് വരണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. അടുക്കളയിൽ തന്നെ ഒരു പാത്രം ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതാ അവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചോറുണ്ണാറായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ഫ്ലേവറാക്കി എടുക്കാം. അപ്പോൾ അത് ആ കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇടരുത്. ഇതേപോലെ ഓരോന്ന് ഇതേപോലെ എടുത്ത് നിരത്തി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിങ്ങോട്ട് കരിഞ്ഞു പോകും. പക്ഷേ നമ്മുടെ വെണ്ടയ്ക്ക കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ലോ ടു മീഡിയത്തിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് റെഡിയാവും, അധികം സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ അതവിടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ. അപ്പോൾ ഇതേപോലെ നമുക്ക് അടുത്ത ബാച്ചും ഒന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ച് റെഡിയാക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അവസാനം നമ്മൾ ഇതേപോലെ വേപ്പിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇത് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ചോറിന്. അപ്പോൾ വേറെ ഒരു കറിയില്ലെങ്കിൽ ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്